കേന്ദ്ര സർക്കാർ ജോലി കാത്തിരിക്കുന്നവർക്ക് ഒരു മികച്ച അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മിനിസ്ട്രി ഓഫ് ആയുഷിന്റെ കീഴിലുള്ള സെൻട്രൽ കൌൺസിൽ ഫോർ റിസർച്ച് ഇൻ യുനാനി മെഡിസിൻ 2026 റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിരിക്കുകയാണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ പുതിയ ജോലി അപ്ഡേറ്റുമായി വരുന്നതായിരിക്കും. ഈ റിക്രൂട്ട്മെന്റിൽ ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി വിഭാഗങ്ങളിലായി നിരവധി പോസ്റ്റുകളുണ്ട്. പ്രധാനമായും റിസർച്ച് ഓഫീസർ, സ്റ്റാഫ് നഴ്സ്, ഫാർമസിസ്റ്റ്, അപ്പർ ഡിവിഷൻ ക്ലർക്ക്, ലോവർ ഡിവിഷൻ ക്ലർക്ക്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തുടങ്ങിയ തസ്തികകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപേക്ഷ ആരംഭിക്കുന്നത് 2026 ജൂലൈ 1 രാവിലെ 10 മണി മുതലാണ്. അവസാന തീയതി 2026 ജൂലൈ 31 രാത്രി 11:59 വരെയാണ്. അപേക്ഷയിൽ തിരുത്തൽ വരുത്താനുള്ള മോഡിഫിക്കേഷൻ വിൻഡോ ആഗസ്റ്റ് 3 മുതൽ 5 വരെ ലഭ്യമാകും. ഓരോ തസ്തികയ്ക്കും യോഗ്യതയും പ്രായപരിധിയിലും വ്യത്യാസമാണ്. 10ാം ക്ലാസ്, +2, ഡിപ്ലോമ, ഡിഗ്രി, BSc നഴ്സിംഗ്, പോസ്റ്റ് ഗ്രാജുവേഷൻ എന്നിവയും ഉൾപ്പെടെ വിവിധ വിദ്യാഭ്യാസ യോഗ്യതകൾ ആവശ്യമായ തസ്തികകളിൽ ഉണ്ട്. തിരഞ്ഞെടുപ്പ് സാധാരണയായി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും. കേന്ദ്ര 7th പേ സ്കെയിൽ പ്രകാരമുള്ള നല്ല ശമ്പളമാണ് തസ്തികകൾക്ക് ലഭിക്കുന്നത്. അതിനാൽ കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർ ഇത് നഷ്ടപ്പെടുത്താതിരിക്കുക. CCRUMന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ മാത്രമാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കുന്നതിന് മുൻപ് നോട്ടിഫിക്കേഷൻ മുഴുവൻ വായിച്ച് യോഗ്യത ഉറപ്പാക്കുക. നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആകെ 179 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിനാൽ എല്ലാവരും എത്രയും പെട്ടെന്ന് അപേക്ഷ കൊടുക്കുക. ഇത്തരം ഏറ്റവും പുതിയ സർക്കാർ ജോലി വാർത്തകൾ ദിവസവും മലയാളത്തിൽ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.